ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ജാമിതീയയും ബീജഗണിതവും. ഇവിടെ 5 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിലെ ആദ്യത്തേത്, ഒരു പാരലലോഗ്രാം തന്ന് അതിന്റെ 3 കോർഡിനേറ്റ്സ്, 3 വെർട്ടിസസിലുള്ള കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ തന്ന് 4ാമത്തെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് പറയും. അതാണ് ഇവിടെ വരുന്ന ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമതായി വരുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്ന് ഈ ലൈനിന്റെ രണ്ടറ്റത്തെ കോർഡിനേറ്റ്സ് തന്ന് ഇതിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയും. അതെങ്ങനെയാണ് കാണുക? അതിന്റെ എക്സ് കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ x1 + x2/2ഉം y കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ y1 + y2/2ഉമാണ്. ഇനി മൂന്നാമതായി വരുന്നത്, ഒരു ലൈന്, ആ ലൈനിന്റെ രണ്ടറ്റത്തെയും പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് തരും. എന്നിട്ട് പറയും A:B റേഷ്യോയിൽ ഈ ലൈനിനെ കട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനായിട്ട് പറയും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന്റെ എക്സ് കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ x1 + x2 - x1 × a/a + b. അതുപോലെ y കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ y1 + y2 - y1 × a/a + b. ഇനി നാലാമതായി പറയുന്നത്, ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഒരു ലൈൻ തന്നിട്ട് ആ ലൈനിലെ 2 പോയിന്റ്സ് തരും. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ അഥവാ ആ ലൈനിന്റെ സമവാക്യം കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷൻ എന്താണ്? y - y1 = m × x - x1. y1 x1 എന്നത് ആ ലൈനിലെ ഓരോ പോയിന്റുകളും, m എന്നത് ആ ലൈനിന്റെ സ്ലോപ്പുമാണ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? y2 - y1/x2 - x1 എന്നാണ്. ഇനി അഞ്ചാമതായി ചോദിക്കുന്നത്, ഒരു സർക്കിളിന്റെ ഇക്വേഷൻ അഥവാ സമവാക്യം കാണാനാണ്. x - a² + y - b² = r² എന്നതാണ് സർക്കിളിന്റെ സമവാക്യം. അതിൽ എയും ബിയും സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് അഥവാ സമവാക്യവും r എന്നത് സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരവുമാണ്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് വരുന്ന, ഇനി നമുക്ക് ജിയോമെട്രി ആൻഡ് ആൾജിബ്രയിൽ വളരെ കോമൺ ആയി വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ coordinates of 3 vertices of a parallelogram are given. Write the coordinates of the 4th vertex. ഇവിടെ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. ഈ പാരലലോഗ്രാമിന്റെ 3 വെർട്ടിസസുകളുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ 4ാമത്തെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് സൈഡ്സുകൾ ഈക്വൽ ആയിട്ടുള്ള ഏതൊരു ക്വാഡ്രിലാറ്ററൽ തന്നാലും നമുക്ക് ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അഥവാ സ്ക്വയർ, റെക്ടാംഗിൾ ഇവയുടെയൊക്കെ വെർട്ടിസസ്, 4ാമത്തെ വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. ഏതാണ് മെത്തേഡ്? ആദ്യം തന്നെ അടിയിലെ കോർഡിനേറ്റ്സ് ഞാൻ എഴുതും. ഏതൊക്കെയാണ്? 3, 4, അതുപോലെ 9, 6. ഇനി നമുക്ക് മുകളിലത്തെ വെർട്ടിസസുകളുടെ കോർഡിനേറ്റ്സ് എഴുതാം. 5, 8, xy. അത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ xy എന്ന് എഴുതും. ഇനി ഈ 3ൽ നിന്ന് 9 ആവാൻ, അതായത് ഇത് ഈ കോർഡിനേറ്റിന്റെ x ആണ്, ഇത് ഈ കോർഡിനേറ്റിന്റെ x ആണ്. അതായത് 3 എന്നത് ഈ കോർഡിനേറ്റിന്റെ x ഉം 9 എന്നത് ഈ കോർഡിനേറ്റിന്റെ x ഉമാണ്. അപ്പോൾ 3ൽ നിന്ന് 9 ആവാൻ എത്ര കൂട്ടിയാൽ മതി? 9ൽ നിന്ന് 3 പോയാൽ 6 യൂണിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 3ന്റെ കൂടെ 6 യൂണിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടില്ലേ? അതേ ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അതായത് 5ന്റെ കൂടെ 6 യൂണിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x കിട്ടും. അതായത് 5 + 6 എത്രയാണ്? 11. അപ്പോൾ x എത്രയാ? 11 ആണ്. ഇനി 4 6 ആവാൻ എത്ര യൂണിറ്റ് കൂട്ടണം? 2 യൂണിറ്റ്. അപ്പൊ അതേപോലെ തന്നെ 8 y ആവാനും 2 യൂണിറ്റ് ആണ് കൂട്ടേണ്ടത്. 8ന്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാണ്? 10. അപ്പൊ y കോർഡിനേറ്റ് എത്രയാണ്? 10. അപ്പോൾ xy എന്നത് എന്ത് കിട്ടി? 11, 10. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 4ാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വെർട്ടെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് ഓഫ് ദ പാരലലോഗ്രാം. അതായത് ഇവിടെ നിന്ന് ഇവിടേക്കും ഇവിടെ നിന്ന് ഇവിടേക്കും നമ്മൾ ഡയഗണൽസ് വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റിലാണ് ഈ ഇന്റർസെക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ പോരെ? മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മിഡ് പോയിന്റ് ഓഫ് 5, 8 ആൻഡ് 9 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് x1, y1 ഇട്ട് കൊടുക്കാം. x1, y1, x2, y2. ഇനി മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? x1 + x2/2, y1 + y2/2.
ഇനി x1 പ്ലസ് x2 എന്താണ് 5+9/2 കോമ y1 പ്ലസ് y2 8+6/2 ഇനി 5ഉം 9ഉം കൂട്ടിയാൽ എത്രയാണ് 14/2 കോമ 8 6 എത്രയാണ് 14/2 14ന്റെ പകുതി എത്രയാ 7 ആണ് ഈ ലൈനിന്റെ മിഡ് പോയിന്റ്. അതുപോലെ ഈ ലൈനിന്റെ മിഡ് പോയിന്റ് നോക്കിയാൽ നമുക്ക് 7 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ഡയഗണൽസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന്റെ കോർഡിനേറ്റ് ഏതാണ് 7 ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് എ ആൻഡ് ബി ആർ 3, 2 and 8, 7. ഇപ്പൊ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിന്റെ രണ്ട് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എ ബി ആണ്. എ 3, 2 ആണ്. അതുപോലെ ബി എന്ന പോയിന്റിന്റെ സൂചക സംഖ്യ 8, 7 ആണ്. ഇഫ് ദർ ഈസ് എ പോയിന്റ് പി, പി എന്നൊരു പോയിന്റ് ഉണ്ട്. എ പി ഈസ് ടു പി ബി, അതായത് 2:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി. പിന്റെ കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. 3, 2 ഇതെന്താണ് x1 y1 ആണ്. അതുപോലെ 8, 7 എന്താണ് x2 y2 ആണ്. ഇനി 2:3 എന്നത് എന്താണ് a:b ആണ്. അപ്പൊ നമുക്ക് x1 y1 x2 y2 a b ഇവയുടെ വാല്യൂസുകൾ അറിയാം. ഇനി x കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ x1 പ്ലസ് x2 മൈനസ് x1 ഇൻറ്റു a ബൈ a പ്ലസ് b ഈക്വൽ ടു x1 എത്രയാണ് 3 പ്ലസ് x2 മൈനസ് x1 8 മൈനസ് 3 ഇൻറ്റു a എത്രയാ 2 ബൈ a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3. ഇതെങ്ങനെയാണ് കൂട്ടുക? 3ന് അതേപോലെ തന്നെ എഴുതി. 8ൽ നിന്ന് 3 പോയാൽ എത്രയാണ് 5 ആണ്. 5 ഇൻറ്റു 2 എത്രയാണ് 10. 10 ബൈ 2 പ്ലസ് 3 എത്രയാ 5 ഈക്വൽ ടു 3 പ്ലസ് 10 ഹരിക്കണം 5 2 ആണ്. 3ഉം 2 കൂട്ടിയാൽ 5. അപ്പൊ x കോർഡിനേറ്റ് നമുക്ക് കിട്ടിയ 5 ആണ്. ഇനി അടുത്തത് നമുക്ക് y കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. y കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് y ഈക്വൽ ടു y1 പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു a ബൈ a പ്ലസ് ബി ഈക്വൽ ടു ഇനി y1 എന്താണ് 2 പ്ലസ് y2 എന്താണ് 7 മൈനസ് y1 2 ആണ് ഇൻറ്റു a എന്നത് 2 ആണ്. a പ്ലസ് ബി എന്നത് 2 പ്ലസ് 3 ആണ് ഈക്വൽ ടു 2 പ്ലസ് 7ൽ നിന്ന് 2 പോയാൽ എത്രയാണ് 5 ആണ്. 5 ഇൻറ്റു 2 ബൈ 2 പ്ലസ് 3 5 ആണ്. 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു പറഞ്ഞാൽ 2 പ്ലസ് 2 എത്രയാ 4. അപ്പോൾ പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് 5, 4 ആണ്. ഇങ്ങനെയാണ് റേഷ്യോ തന്നു കഴിഞ്ഞാൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം. 2, 5 and 3, 7 are 2 points on a line. അപ്പൊ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിലെ രണ്ട് പോയിന്റുകളാണ് 2, 5ഉം 3, 7ഉം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ. ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സ്ലോപ്പ് ആണ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. ഇവിടെ ഇതെന്താണ് x1 y1 ആണ്. ഇതോ x2 y2 ആണ്. അപ്പോൾ y2 ഏതാണ് 7, y1 5, x2 ഏതാണ് 3, x1 2. 7ൽ നിന്ന് 5 പോയാൽ എത്രയാണ് 2. 3ൽ നിന്ന് 2 പോയാലോ 1. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഇക്വേഷൻ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എത്രയാണ് 2 ആണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇക്വേഷൻ ഓഫ് എ ലൈൻ എങ്ങനെയാണ് എഴുതുക? ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈക്വൽ ടു y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഇവിടെ y1 ഉം x1 ഉം നമുക്കുണ്ട്, m ഉം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതിക്കൂടെ y മൈനസ് y1 എത്രയാ 5, m എത്രയാണ് 2, x മൈനസ് x1 എത്രയാണ് 2. ഇനി ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. y മൈനസ് 5 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 2 4. ഇനി ഈ 2x നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. y മൈനസ് 2x ഇവിടെ പ്ലസ് 2x ഈ സൈഡിലേക്ക് വന്നപ്പോൾ മൈനസ് 2x ആയി. ഇനി ഇവിടെ ഓൾറെഡി മൈനസ് 4 ഉണ്ട്. ഈ പ്ലസ് 5 ആ സൈഡിലേക്ക്, ഈ മൈനസ് 5 ഈ സൈഡിലേക്ക് വന്നാൽ പ്ലസ് 5. അപ്പോൾ y മൈനസ് 2x ഈക്വൽ ടു മൈനസ് 4 പ്ലസ് 5 എന്താണ് 5ൽ നിന്ന് 4 പോയാൽ 1. അപ്പോൾ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്താണ് y മൈനസ് 2x ഈക്വൽ ടു 1. ഇനി അടുത്ത ചോദ്യം. In a circle, the coordinates of the n points of a diameter are 2, 8 and 10, 14. ആദ്യം തന്നെ നമുക്ക് റഫ് ഫിഗർ വരക്കാം. ഒരു സർക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്, ഒരു വൃത്തം.
വൃത്തത്തിന്റെ സെന്റർ ആണിത്. ഇത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. എന്താണ് പറയുന്നത്? എൻഡ് പോയിന്റ്സ് ഓഫ് എ ഡയമീറ്റർ. ഈ ഡയമീറ്റേഴ്സിന്റെ എൻഡ് പോയിന്റുകൾ, അതായത് ഈ രണ്ട് എൻഡ് പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് 2, 8 ആണ്, ഒന്നോ 10, 14 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ ഈ സെന്ററിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മിഡ് പോയിന്റ്, അതായത് ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. മിഡ് പോയിന്റ് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ അറിഞ്ഞൂടെ? മിഡ് പോയിന്റ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? x1 പ്ലസ് x2 ബൈ 2 കോമ y1 പ്ലസ് y2 ബൈ 2. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സുകളുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് x1 y1 തന്നിട്ടുണ്ട്, x2 y2 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ? x1 പ്ലസ് x2, അതായത് 2 പ്ലസ് 10 ബൈ 2 കോമ y1 എത്രയാണ്? 8, y2 14. അപ്പൊ 8 പ്ലസ് 14 ബൈ 2. ഇനി 2 പ്ലസ് 10 ബൈ 2, 2ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? 12. 12ന്റെ പകുതി 6. ഇനി 8ഉം 14ഉം കൂട്ടിയാൽ എത്രയാണ്? 22. 22ന്റെ പകുതി എത്രയാണ്? 11. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെന്റർ ഓഫ് ദ സർക്കിളിന്റെ കോർഡിനേറ്റ് അഥവാ വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 6, 11 ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇത് നമുക്ക് 6, 11 എന്ന് കിട്ടി. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ദൂരം അല്ലെങ്കിൽ ഈ ദൂരം, ഇതാണ് നമ്മുടെ റേഡിയസ്. ഇപ്പൊ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയില്ലേ? രണ്ട് കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കാണാറ്? ഇത് നമ്മൾ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. ഇക്വേഷൻ എന്താണ്? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് x1 y1 ഇതും x2 y2 ഇതുമാണ് വരിക. കാരണം നമുക്ക് എന്താണ്? ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ഇവിടെ എന്താണ്? x2 6 ആണ്, x1 2 ആണ്, പ്ലസ് ഇനി y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. y2 11 ആണ്, y1 8 ആണ്. ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കിട്ടും. 6ൽ നിന്ന് 2 പോയാൽ എത്രയാ? 4 സ്ക്വയർ. പ്ലസ് 11ൽ നിന്ന് 8 പോയാൽ എത്രയാണ്? 3 സ്ക്വയർ. ഇനി 4ന്റെ സ്ക്വയർ 16 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്. 9ഉം 16ഉം കൂട്ടിക്കഴിഞ്ഞാൽ റൂട്ട് 25. 25ന്റെ റൂട്ട് എത്രയാണ്? 5. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈസ് 9, 15 ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ y. 9, 15 എന്നൊരു കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ തന്നിട്ട് അത് ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണോ എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനെന്ത് ചെയ്താൽ മതി? നമ്മളുടെ സർക്കിളിന്റെ നമുക്കിവിടെ സെന്റർ ഓഫ് ദ സർക്കിളും കിട്ടിയിട്ടുണ്ട്, റേഡിയസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കണ്ടുകൂടെ? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ആദ്യം കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എങ്ങനെ എഴുതുക? x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇതിലെ എക്സ് മൈനസ് എ എന്താണ്? സെന്റർ ഓഫ് ദ സർക്കിളിന്റെ കോർഡിനേറ്റ്സ് ആണ് എയും ബിയും. എ എന്നത് 6 ആണ്, പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ y എത്രയാണ്? 11 ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ, റേഡിയസിന്റെ സ്ക്വയർ 25. ഇതാണ് നമ്മുടെ ഈ സർക്കിളിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എക്സിന്റെയും വൈന്റെയും സ്ഥാനത്ത് നമ്മുടെ 9, 15 എന്ന കോർഡിനേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ 25 എന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 9, 15 എന്നത് ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ഇനി നമുക്ക് കിട്ടിയത് 25 അല്ലാത്ത മറ്റൊരു നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 9ഉം 15ഉം ഈ സർക്കിളിലെ ഒരു പോയിന്റ് അല്ല. അപ്പൊ നമുക്കൊന്ന് ഇട്ട് നോക്കാം. എക്സിന്റെ സ്ഥാനത്ത് 9 ആണ് ഇട്ട് കൊടുക്കുന്നത്, വൈന്റെ സ്ഥാനത്ത് എന്താണ്? 15 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈക്വൽ ടു 9ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 3 സ്ക്വയർ, പ്ലസ് 15ൽ നിന്ന് 11 പോയാൽ എത്രയാണ്? 4 സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. 9ഉം 16ഉം കൂട്ടിയാൽ 25. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഓഫ് എ സർക്കിളിന്റെ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 9, 15 ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന പാഠമാണ് അടുത്തതായി പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ 5 സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിലെ ഒന്നാമത്തേതാണ് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുരസ്തൂപിക.
സമചതുര സ്തൂപികയുടെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമചതുര സ്തൂപിക ഓപ്പൺ ചെയ്താലുള്ള ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നടുവിലായിട്ട് ഒരു സ്ക്വയർ അഥവാ ഈ സമചതുര സ്തൂപികയുടെ ബേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ് അഥവാ സമചതുരമാണ്. അതിന്റെ 4 വശങ്ങളിലായി 4 ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണങ്ങളാണ്. ഇനി ഇതിന്റെ ഹൈറ്റിനെ സ്മോൾ ലെറ്റർ എച്ച് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബേസിൽ വരുന്ന ഈ സൈഡുകൾ, ഈ സ്ക്വയറിന്റെ സൈഡുകളെ അഥവാ ബേസ് എഡ്ജ് അല്ലെങ്കിൽ പാദവക്കിനെ സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ട്രയാങ്കിളിന്റെ സൈഡുകളെ ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക് എന്നാണ് പറയുക. അതിനെ സ്മോൾ ലെറ്റർ ഇ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ ഈക്വലായി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെന്ററിലൂടെ വരുന്ന ഈ ലൈനിനെ നമ്മൾ സ്മോൾ ലെറ്റർ എൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിനെ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവുയരം എന്നാണ് പറയുന്നത്. ഇനി എയും എച്ചും എല്ലും അതായത് ബേസ് എഡ്ജും ഹൈറ്റും സ്ലാന്റ് ഹൈറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ. അതുപോലെ എയും എല്ലും ഇയും ബേസ് എഡ്ജും സ്ലാന്റ് ഹൈറ്റും അതുപോലെ ലാറ്ററൽ എഡ്ജും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. a/2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ. ഈ റിലേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എയും എല്ലും തന്ന് എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അതുപോലെ എയും ഇയും തന്ന് എല്ല് കണ്ടുപിടിക്കാൻ പറയുമ്പോഴൊക്കെയാണ് ഈ ഇക്വേഷൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരു സ്ക്വയർ പിരമിഡിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ലാറ്ററൽ സർഫേസ് ഏരിയ LSA അഥവാ പാർശ്വമുഖ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ 2AL ആണ്. LSA എന്ന് പറയുന്നത് ഈ 4 ട്രയാങ്കിൾസ് അഥവാ 4 ഐസോസിലസ് ട്രയാങ്കിൾസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ 4 ട്രയാങ്കിൾസിന്റെ സർഫേസ് ഏരിയയാണ് ഇവിടെ ലാറ്ററൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബേസ് ഏരിയ, പാദ പരപ്പളവ്. ബേസ് ഏരിയ എന്ന് പറയുന്നത് ഈ ബേസിലുള്ള ഈ സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവിനെയാണ്. അത് എത്രയാണ്? A² ആണ്. അടുത്തതായി TSA, ടോട്ടൽ സർഫേസ് ഏരിയ, അതായത് ആകെയുള്ള സർഫേസ് ഏരിയ, അതായത് ഈ 4 ട്രയാങ്കിൾസും അതിന്റെ ബേസിൽ വരുന്ന സ്ക്വയറും ഉൾപ്പെടുന്ന ഏരിയ അഥവാ പരപ്പളവ് എത്രയാണ്? 2AL പ്ലസ് A² ആണ്. ഒരു സ്ക്വയർ പിരമിഡിന്റെ അഥവാ സമചതുര സ്തൂപികയുടെ വോളിയം അഥവാ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ 1/3 A²H ആണ്. ഇനി അടുത്ത സോളിഡ് കോൺ അഥവാ വൃത്തസ്തൂപിക. ഒരു കോണിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബേസ് ഒരു സർക്കിൾ ആണ് വരുന്നത്. അതിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആണ്. അതിന് മുകളിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു കോണും വരുന്നുണ്ട്. ഇനി ഈ വൃത്തസ്തൂപികയുടെ ഹൈറ്റ് അഥവാ ഉയരമാണ് സ്മോൾ ലെറ്റർ H. അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസിനെ L അഥവാ സ്ലാന്റ് ഹൈറ്റ് അല്ലെങ്കിൽ ചെരിവുയരം എന്ന് പറയുന്നു. ഈ കോണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സർക്കിൾ, ഈ സർക്കിളിന് ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ട്. അതിനെ നമ്മൾ X° എന്നാണ് പറയുക. ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരത്തെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ കോണിന്റെ അടിയിൽ വരുന്ന ബേസിൽ വരുന്ന സർക്കിളിന്റെ റേഡിയസിനെ നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ വരുന്ന റിലേഷൻസ്, ഈ കോണിന്റെ സ്ലാന്റ് ഹൈറ്റും അഥവാ ചെരിവുയരവും ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരവും ഈക്വൽ ആയിരിക്കും. ഇനി R² പ്ലസ് H² ഈക്വൽ ടു L² ആണ്. അതായത് ബേസ് റേഡിയസും ഹൈറ്റിന്റെയും സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലാന്റ് ഹൈറ്റിന്റെ സ്ക്വയർ കിട്ടും. അടുത്തതായി x/360° ഈക്വൽ ടു R/L. X എന്നത് ഈ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണാണ്. x/360 എന്നത് R/L ആണ്. അതായത് ബേസ് റേഡിയസ് ബൈ സ്ലാന്റ് ഹൈറ്റ് ആണ്. ഇനി ഏരിയ, ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ അടിയിൽ വരുന്ന ഈ സർക്കിളിന്റെ ഏരിയയാണ്. സർക്കിളിന്റെ അഥവാ വൃത്തത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πr². അപ്പൊ ഇവിടെ ബേസ് ഏരിയ πr² ആണ്. ഇനി CSA, കർവ്ഡ് സർഫേസ് ഏരിയ, അതായത് നമ്മുടെ കോണിന്റെ മുകൾ ഭാഗത്ത് വരുന്ന കർവ്ഡ് ആയിട്ടുള്ള അതിന്റെ സർഫേസ് ഏരിയയാണ് നമ്മൾ കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത്. അത് എത്രയാണ്? πrl ആണ്. ഇനി ടോട്ടൽ സർഫേസ് ഏരിയ, ആകെയുള്ള പരപ്പളവ്. ബേസ് ഏരിയയും കർവ്ഡ് സർഫേസ് ഏരിയയും കൂട്ടിയതാണ് ടോട്ടൽ സർഫേസ് ഏരിയ. അതായത് πr² പ്ലസ് πrl. ഇനി കോൺ അഥവാ വൃത്തസ്തൂപികയുടെ വോളിയം അഥവാ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ 1/3 πr²H. ഇനി മൂന്നാമത്തെ സോളിഡ് അഥവാ ഘനരൂപം സ്ഫിയർ അഥവാ ഗോളം. സ്ഫിയർ അഥവാ ഗോളത്തിൽ സ്ഫിയറിന്റെ റേഡിയസ് അഥവാ ആരം മാത്രമാണ് പഠിക്കുന്നത്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സ്ഫിയർ അഥവാ ഗോളത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ 4πr² ആണ്. ഇനി വോളിയം അഥവാ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ 4/3 πr³ ആണ്. ഇനി നാലാമത്തെ സോളിഡ് അഥവാ ഘനരൂപം ഹെമിസ്ഫിയർ.
സ്ഫിയറിനെ രണ്ടായി മുറിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗമാണ് ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം. ഹെമിസ്ഫിയറിന്റെ ഉള്ളിൽ അഥവാ ബേസിൽ വരുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. ആ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ് സ്മോൾ ലെറ്റർ ആർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഹെമിസ്ഫിയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ വരും. ബേസ് ഏരിയ എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിന്റെ ബേസിൽ വരുന്ന സർക്കിളിന്റെ ഏരിയയാണ്. അത് എത്രയാണ്? πr² ആണ്. ഇനി CSA കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലെ ഏരിയയാണ്. അത് 2πr² ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ സർഫേസ് ഏരിയ എന്തായിരിക്കും ഒരു ഹെമിസ്ഫിയറിന്റെ? അതിന്റെ ബേസ് ഏരിയയും അതിന്റെ കർവ്ഡ് സർഫേസ് ഏരിയയും കൂട്ടിയത്, അതായത് πr² പ്ലസ് 2πr², അതായത് 3πr² ആണ്. ഇനി ഒരു ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളത്തിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 2/3πr³ ആണ്. അഞ്ചാമത്തെ സോളിഡ് അഥവാ ഘനരൂപം സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം. സിലിണ്ടറിന്റെ ഹൈറ്റ് അഥവാ ഉയരം നമ്മൾ സ്മോൾ ലെറ്റർ h കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സിലിണ്ടറിന്റെ ബേസിലായിട്ടും അതുപോലെ മുകളിലായിട്ടും ഓരോ സർക്കിൾസ് വീതമാണ് വരുന്നത്. ഈ വൃത്തങ്ങളുടെ ആരം അഥവാ റേഡിയസിനെ സ്മോൾ ലെറ്റർ r കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു സിലിണ്ടർ അഥവാ വൃത്തസ്തംഭത്തിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് അഥവാ അതിന്റെ ഈ അടിഭാഗത്ത് വരുന്ന ഈ സർക്കിളിന്റെ ഏരിയ πr² ആണ്. ഇനി കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ഈ ഒരു ഭാഗമാണ്. ആ സർഫേസ് ഏരിയ 2πrh ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫേസ് ഏരിയ എന്തായിരിക്കും? ഈ കർവ്ഡ് സർഫേസ് ഏരിയയും അതുപോലെ മുകളിലും താഴെയും വരുന്ന ബേസ് ഏരിയകളും, അതായത് മുകളിലും താഴെയും വരുന്ന ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ πr² ആണ്, ഇവിടെയും πr² ആണ്. അങ്ങനെ 2πr² പ്ലസ് ഇനി കർവ്ഡ് സർഫേസ് ഏരിയ അതായത് 2πrh കൂട്ടിയതാണ് ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി സിലിണ്ടർ അഥവാ വൃത്തസ്തംഭത്തിന്റെ വോളിയം അഥവാ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ πr²h ആണ്. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നും കോമൺ ആയി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപികയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എ വെസൽ വിതൗട്ട് ലിഡ് in the shape of a square pyramid made from a metallic sheet is of base perimeter 80 centimeters and slant height 26 centimeters. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപികയുടെ ഷേപ്പുള്ള വെസൽ ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒരു മെറ്റാലിക് ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ ഒരു രീതിയിലുള്ള ഒരു സ്ക്വയർ പിരമിഡ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് ലിഡ്, അതായത് ഇതിന് അടപ്പില്ലാത്ത ഒരു വെസലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ഒരു സ്ക്വയർ പിരമിഡിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് അടിയിലെ ആ സ്ക്വയർ ഷേപ്പുള്ള ആ ഭാഗമാണ്. അതിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ബേസ് പെരിമീറ്റർ? പാദത്തിന്റെ ചുറ്റളവ്. ബേസ് പെരിമീറ്റർ 80 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സ്ക്വയറിന്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. ബേസ് എഡ്ജിനെ നമ്മൾ സ്മോൾ ലെറ്റർ a കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, അതായത് പാദവക്ക്. അങ്ങനെ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? a പ്ലസ് a പ്ലസ് a പ്ലസ് a, അതായത് ഈ സ്ക്വയറിന്റെ ചുറ്റളവ് അതാണ് 80 സെന്റിമീറ്റർ ഈക്വൽ ടു 80, അതായത് 4a ഈക്വൽ ടു 80 സെന്റിമീറ്റർ. Therefore a ഈക്വൽ ടു 80 ഹരിക്കണം 4. 80 ഹരിക്കണം 4 എത്രയാണ്? 20 സെന്റിമീറ്റർ. ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ് കുട്ടി. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഈ സ്ക്വയർ പിരമിഡിന്റെ സ്ലാന്റ് ഹൈറ്റ് ആണ്. സ്ലാന്റ് ഹൈറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ L കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, 26 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് അഥവാ പാദവക്ക് 20 സെന്റിമീറ്റർ ആണെന്നും സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരി ഉയരം 26 സെന്റിമീറ്റർ ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം, ഹൗ മെനി സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഓഫ് ദി മെറ്റാലിക് ഷീറ്റ് വാസ് നീഡഡ് ടു മേക്ക് ദ വെസൽ? അതായത് ഈ ഒരു വെസൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര സ്ക്വയർ സെന്റിമീറ്റർ മെറ്റാലിക് ഷീറ്റ് ആണ് ആവശ്യമെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വിത്തൗട്ട് ലിഡ് ആണ് നമ്മുടെ വെസൽ, അതായത് നമുക്ക് മുകൾ ഭാഗം വേണ്ട. ഈ 4 ട്രയാങ്കിൾസിന്റെ സർഫേസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലാറ്ററൽ സർഫേസ് ഏരിയ അഥവാ പാർശ്വമുഖ പരപ്പളവ്, LSA കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2AL. എയും എല്ലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 × 20 × 26 ഈക്വൽ ടു 2 × 20 എത്രയാണ്? 40. 40 × 26 എത്ര വരും? 1040
സെന്റിമീറ്റർ സ്ക്വയർ ആണ് ലാറ്ററൽ സർഫേസ് ഏരിയ. അതായത് നമുക്ക് ഈ വെസൽ ഉണ്ടാക്കാൻ 1040 സെന്റിമീറ്റർ സ്ക്വയർ മെറ്റാലിക് ഷീറ്റ് ആണ് ആവശ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ വെസൽ, അതായത് ഈ വെസലിന്റെ ഉയരം കണക്കാക്കണം. സ്ലാൻഡ് ഹൈറ്റും ബേസ് എഡ്ജും തന്നു കഴിഞ്ഞാൽ ഹൈറ്റ് കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. a/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ ഈക്വൽ ടു l സ്ക്വയർ. ഇതിൽ a നമുക്കറിയാം, എല്ലും അറിയാം, h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് h സ്ക്വയറിനെ ഈ സൈഡിൽ നിർത്തി l സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് അല്ലേ, അതുകൊണ്ട് h മാത്രം ഇവിടെ നിർത്തി. സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ റൂട്ട് ഓഫ് l സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഇതാണ് ഹൈറ്റ് കാണാൻ അഥവാ ഉയരം കാണാനുള്ള ഇക്വേഷൻ. ഈക്വൽ ടു റൂട്ട് ഓഫ് l സ്ക്വയർ എന്ന് പറയുന്നത് 26ന്റെ സ്ക്വയർ മൈനസ് a/2 എന്ന് പറയുന്നത് a എന്നത് 20 ആണ്, 20ന്റെ പകുതി 10, 10ന്റെ സ്ക്വയർ ഈക്വൽ ടു 26ന്റെ സ്ക്വയർ എത്രയാണ്? 676. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. 676ൽ നിന്നും 100 പോയി കഴിഞ്ഞാൽ റൂട്ട് 576. 576ന്റെ റൂട്ട് എത്രയാണ്? 24. 24 സെന്റിമീറ്റർ ആണ് ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് അഥവാ ഈ വെസലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ ഇൻ ലിറ്റേഴ്സ്? അതായത് ഈ വെസലിന്റെ കപ്പാസിറ്റി, അതായത് വോളിയം ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ക്വയർ പിരമിഡിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 a സ്ക്വയർ h ആണ് ഈക്വൽ ടു 1/3. a സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 20ന്റെ സ്ക്വയർ ഇൻറ്റു h എത്രയാണ്? ഹൈറ്റ് നമ്മൾ 24 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി 20ന്റെ സ്ക്വയർ എത്രയാണ്? 400 ആണ്. 400 ഇൻറ്റു 24 ഹരിക്കണം 3 എന്താണ്? 8. 400 ഇൻറ്റു 8 എത്രയാണ്? 3200 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമുക്ക് വോളിയം കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മളോട് വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് വെസൽ ഇൻ ലിറ്റേഴ്സ്, അതായത് സെന്റിമീറ്റർ ക്യൂബിലല്ല നമുക്ക് വോളിയം കണ്ടുപിടിക്കേണ്ടത്, ലിറ്റേഴ്സിലാണ്. അതായത് നമുക്ക് സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റേഴ്സിലേക്ക് എങ്ങനെയാണ് മാറ്റുക? സെന്റിമീറ്റർ ക്യൂബിനെ 1000 കൊണ്ട് ഹരിച്ചാൽ മതി, അതായത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 3200 ഹരിക്കണം 1000, 0 ക്യാൻസൽ ചെയ്തു. 32 ഹരിക്കണം 10 എന്ത് വരും? 3.2 ലിറ്റേഴ്സ്. അപ്പൊ 3.2 ലിറ്റേഴ്സ് ആണ് നമ്മുടെ വെസലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 15 centimeters, a sector of central angle 120 degree is cut out and rolled up to make a cone. What is the slant height of the cone? What is the base radius of the cone? Calculate the curved surface area of the cone. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു സർക്കിൾ ഉണ്ട് അഥവാ ഒരു വൃത്തം, അതിന്റെ റേഡിയസ് അഥവാ ആരം 15 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഈ സർക്കിളിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രീസ് കട്ട് ഔട്ട്, അതായത് ഇതിന്റെ ഒരു സെൻട്രൽ ആംഗിൾ എടുക്കുകയാണ്, 120 ഡിഗ്രിയാണ്. അത് മുറിച്ചെടുത്ത് അത് റോൾ ചെയ്ത് ഒരു കോൺ അഥവാ ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഈ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ് സൂചിപ്പിക്കുക, 15 സെന്റിമീറ്റർ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? ഈ സർക്കിളിന്റെ ഒരു സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് അഥവാ ഒരു കേന്ദ്ര കോൺ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ x ഡിഗ്രി കൊണ്ടാണ് സൂചിപ്പിക്കുക. അത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? അതായത് ഈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരമാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ റിലേഷൻസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കോൺ അഥവാ വൃത്തസ്തൂപികയുടെ സ്ലാൻഡ് ഹൈറ്റും അതുപോലെ തന്നെ ആ സർക്കിളിന്റെ റേഡിയസും ഈക്വൽ ആണ്. അതായത് സ്മോൾ ലെറ്റർ L ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ R ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. അത് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ കോൺ അഥവാ വൃത്തസ്തൂപികയുടെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം 15 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദ കോൺ? അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? റോൾ ചെയ്ത് ഒരു കോൺ ഷേപ്പിലാക്കുകയാണ്. ഇങ്ങനെ കോൺ ഷേപ്പിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ബേസ് റേഡിയസ്, അതായത് ഇതിന്റെ ബേസിൽ വരുന്ന ഈ റേഡിയസ് സ്മോൾ ലെറ്റർ R കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മറ്റൊരു റിലേഷൻ കൂടെ പഠിക്കുന്നുണ്ട്. എന്താണ്? x/360 ഡിഗ്രി ഈക്വൽ ടു R/L.
ഇതിലെ എക്സ് എന്നത് 120 ഡിഗ്രി ആണെന്നും അതുപോലെ സ്ലാന്റ് ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണെന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് സ്മോൾ ലെറ്റർ ആർ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്മോൾ ലെറ്റർ ആർ മാത്രം അവിടെ നിർത്തുന്നു. ബാക്കി എന്ത് വരും? x/360 ഈ എൽ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റു എൽ ഈക്വൽ ടു എക്സ് എത്രയാ? 120 ഡിഗ്രി ഹരിക്കണം 360 ഡിഗ്രി ഇൻറ്റു എൽ എത്രയാണ്? 15 സെന്റിമീറ്റർ. ഇനി 120 ഹരിക്കണം 360 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 360-ൽ 3 120 ആണുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ 1/3 എന്ന് എഴുതാം. അതായത് ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? 120-നെ മുകളിലും താഴെയും ഹരിക്കുകയാണ്. 120 ഹരിക്കണം 120 എന്ത് വരും? 1. അപ്പൊ നമ്മൾ ഇവിടെ 1 എന്ന് എഴുതി. ഇനി 360-നെയും അതുപോലെ തന്നെ 120 കൊണ്ട് ഹരിക്കുകയാണ്. 360-ൽ 3 120 ആണുള്ളത്. അപ്പൊ നമുക്ക് 120/360-നെ 1/3 എന്ന് എഴുതാം. ഇൻറ്റു 15. 15 ഹരിക്കണം 3 എന്ത് വരും? 5 സെന്റിമീറ്റർ. അതായത് ഈ കോണിന്റെ ബേസ് റേഡിയസ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ദ കോൺ. അതായത് ഈ കോൺ അഥവാ വൃത്തസ്തൂപികയുടെ കർവ്ഡ് സർഫേസ് ഏരിയ, അതായത് വക്രതല പരപ്പളവാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കർവ്ഡ് സർഫേസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr(L) ആണ്. ഈക്വൽ ടു പൈ ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരി ഉയരം 15 സെന്റിമീറ്റർ ആണ്. ഇനി 5 × 15 എത്രയാണ്? 75 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ കോൺ അഥവാ വൃത്തസ്തൂപികയുടെ കർവ്ഡ് സർഫേസ് ഏരിയ. ചോദ്യം, സ്പിയർ അഥവാ ഗോളത്തിന് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. ദ റേഡിയസ് ഓഫ് എ സോളിഡ് മെറ്റൽ സ്പിയർ ഈസ് 6 സെന്റിമീറ്റേഴ്സ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്പിയർ. This sphere is melted and recast into a solid cone of radius 6 centimeters. Find the height of the cone. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു സോളിഡ് മെറ്റൽ സ്പിയർ, അതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. അഥവാ ആരം എത്രയാണ്? ആർ എന്നത് 6 സെന്റിമീറ്റർ ആണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്പിയർ. അതായത് ഈ ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണം. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3 πr³ ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആർ എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു 6³ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 × 6 × 6. 6 × 6 എത്രയാണ്? 36 ആണ്. 36 × 6 എത്രയാണ്? 216. ഇനി 216 ഹരിക്കണം 3 എത്രയാണ്? 72. അപ്പൊ എന്ത് വരും? 4 പൈ ഇൻറ്റു 72. ഇനി 4 × 72 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് ഈ സ്പിയർ അഥവാ ഗോളത്തിന്റെ വോളിയം അഥവാ വ്യാപ്തം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ സ്പിയർ ഈസ് മെൽറ്റഡ്. അതായത് ഈ ഗോളം എന്ത് ചെയ്യുകയാണ്? ഉരുക്കുകയാണ്. ആൻഡ് റീകാസ്റ്റ് ഇൻറ്റു എ സോളിഡ് കോൺ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇതിനെ ഉരുക്കി ഒരു സോളിഡ് കോൺ അഥവാ വൃത്തസ്തൂപിക ഉണ്ടാക്കുകയാണ്. ഈ വൃത്തസ്തൂപികയുടെ ബേസ് റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ. അങ്ങനെയാണെങ്കിൽ ഈ കോണിന്റെ അഥവാ ഈ വൃത്തസ്തൂപികയുടെ ഹൈറ്റ് അഥവാ ഉയരമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ സ്പിയർ അഥവാ ഈ ഗോളം ഉരുക്കി നമുക്കൊരു ലിക്വിഡ് ഫോമിലാണ് കിട്ടിയെന്ന് വെക്കുക. ആ ലിക്വിഡ് എത്രയാണ് ഉണ്ടാവുക? 288 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഉണ്ടാവുക. എന്നിട്ട് അതേ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സോളിഡ് കോൺ ഉണ്ടാക്കുന്നു, അഥവാ ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സോളിഡ് കോണിന്റെ വോളിയവും എത്ര തന്നെയായിരിക്കും? 288 പൈ സെന്റിമീറ്റർ ക്യൂബ് തന്നെ ആയിരിക്കില്ലേ? നമുക്കറിയാം ഒരു സോളിഡ് കോൺ അഥവാ ഒരു വൃത്തസ്തൂപികയുടെ വോളിയം കാണാനുള്ള ഇക്വേഷൻ V = 1/3 πr² ആണ്. ഇതാണ് എത്ര? 288 പൈ എന്ന് പറയുന്നത്. ഇനി ഇവിടെ റേഡിയസ് r നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ കോൺ, അതായത് h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? 1/3 പൈ ഇൻറ്റു r² എന്ത് വരും? 6² ഇൻറ്റു h ഈക്വൽ ടു 288 പൈ. ഇനി r² എന്ത് വരും? 36. 36 ഹരിക്കണം 3 12. 12 പൈ ഇൻറ്റു h ഈക്വൽ ടു 288 പൈ. ഇനി നമുക്ക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റിനെ മാത്രം അവിടെ നിർത്തുന്നു. 288 പൈ ഹരിക്കണം ഈ 12 പൈ സൈഡിലേക്ക് വന്നാൽ ഹരിക്കണം 12 പൈ. പൈയും പൈയും ക്യാൻസൽ ചെയ്തു. 288 ഹരിക്കണം 12 എന്ത് വരും?
24. അതായത് ഈ സോളിഡ് കോൺ അഥവാ വൃത്തസ്തൂപികയുടെ ഉയരം എത്രയാണ്? 24 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം, സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് റേഷ്യോസ് വെച്ചിട്ട്. അങ്ങനെ ഒരു ചോദ്യമാണ് അടുത്തതായി നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡയമീറ്റേഴ്സ് ഓഫ് ടു ഹെമിസ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:3. റൈറ്റ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫേസ് ഏരിയാസ്. If the surface area of the first hemisphere is 100 square centimeters, what is the surface area of the other? അതായത് ഇവിടെ നമുക്ക് രണ്ട് ഹെമിസ്ഫിയർ അഥവാ രണ്ട് അർദ്ധഗോളം തന്നിട്ടുണ്ട്. ഇനി ഈ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം എന്നത് നമുക്ക് D1 എന്നെടുക്കാം. ഇനി ഈ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം നമുക്ക് D2 എന്നെടുക്കാം. ഓക്കെ, ഇതാണ് ഹെമിസ്ഫിയർ 1, ഇത് ഹെമിസ്ഫിയർ 2. അതായത് അർദ്ധഗോളം 1, അർദ്ധഗോളം 2. ഇതിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം D1, ഇതിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം D2. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഡയമീറ്റേഴ്സ് ഓഫ് ടു ഹെമിസ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:3. അതായത് രണ്ട് ഹെമിസ്ഫിയറിന്റെയും ഡയമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ, അതായത് D1:D2 എന്നത് എത്രയാണ്? 5:3 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു റേഷ്യോ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? D1/D2. D1:D2 നമുക്ക് D1/D2 ഈക്വൽ ടു 5:3 നമുക്ക് എങ്ങനെ എഴുതാം? 5/3. അപ്പൊ ഒരു റേഷ്യോ നമുക്ക് ഇതുപോലെ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇത് ഈ രീതിയിലേക്ക് എഴുതാം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്, ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതുക എന്നതാണ്. ഇനി ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ. അതായത് ഇവരുടെ ഡയമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് 5:3. അങ്ങനെയാണെങ്കിൽ ഇവയുടെ റേഡിയസുകൾ അഥവാ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ D1/D2 ആണ് നമുക്ക് 5/3 കിട്ടിയത്. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് R1/R2 ആണ്. R1 എന്നത് ആദ്യത്തെ ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളത്തിന്റെ റേഡിയസ് അഥവാ ആരമാണ്. R2 എന്നത് രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ അഥവാ അർദ്ധഗോളത്തിന്റെ റേഡിയസ് ആണ്. ഈക്വൽ ടു, നമുക്കറിയാം റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ പകുതിയാണ്, അഥവാ ആരം എന്ന് പറയുന്നത് വ്യാസത്തിന്റെ പകുതിയാണ്. അപ്പൊ നമുക്ക് R1 എങ്ങനെ എഴുതാം? D1/2. അതുപോലെ R2, അതായത് രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസിനെ നമുക്ക് എങ്ങനെ എഴുതാം? D2/2. അപ്പൊ ഇവിടെ R1ന്റെയും R2ന്റെയും സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? D1/2 എന്നും അതുപോലെ D2/2 എന്നും എഴുതാം. ഇവിടെ രണ്ടിലും ഒരുപോലെ വന്നതുകൊണ്ട് 2 നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. ബാക്കി എന്താണ്? D1/D2 ആണ് വന്നത്. D1/D2 5/3 ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? R1/R2 എന്നത് 5/3 ആണെന്ന് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R1:R2 എന്നത് 5:3 ആണ്. അതായത് രണ്ട് ഹെമിസ്ഫിയേഴ്സിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്നത് 5:3 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫേസ് ഏരിയ. ഇനി ഇതുപോലെ നമുക്ക് ഈ രണ്ട് ഹെമിസ്ഫിയറിന്റെയും സർഫേസ് ഏരിയകളുടെ റേഷ്യോ അഥവാ അംശബന്ധവും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സർഫേസ് ഏരിയ ഓഫ് ഫസ്റ്റ് ഹെമിസ്ഫിയർ, അതായത് ആദ്യത്തെ അർദ്ധഗോളത്തിന്റെ സർഫേസ് ഏരിയ നമുക്ക് S1 എന്നും ഇനി രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ നമുക്ക് S2 എന്നും എഴുതാം. ഇനി S1/S2. ഇവിടെ നമ്മൾ R1/R2 എഴുതിയ പോലെ നമ്മൾ ഇവിടെ S1/S2 എന്ന് എഴുതും. ഇനി ഒരു ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ, അതായത് ടോട്ടൽ സർഫേസ് ഏരിയ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബേസ് ഏരിയയോ അതോ കർവ്ഡ് സർഫേസ് ഏരിയയോ ആണെങ്കിൽ അത് നമുക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ സർഫേസ് ഏരിയ എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് ടോട്ടൽ സർഫേസ് ഏരിയ ആണ് പറയുന്നത്. അപ്പൊ ടോട്ടൽ സർഫേസ് ഏരിയ, ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 3πr². ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ എങ്ങനെ എഴുതാം? 3πr1² എന്നല്ലേ എഴുതുക. അതുപോലെ രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? 3πr2². ഇനി S1ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 3πr1² ഹരിക്കണം. S2ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 3πr2². ഇനി ഒരുപോലെ വന്നതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3π. ഇനി R1²/R2². ഇതിനെ നമുക്ക് R1/R2² എന്ന് എഴുതിക്കൂടെ? R1/R2 എന്താണ് നമ്മൾ മുൻപേ ഉള്ള ചോദ്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5/3 ആണ്. അപ്പോൾ 5/3² ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എത്രയാ? 25.
3ന്റെ സ്ക്വയർ എത്രയാണ്? 9. അതായത് നമുക്ക് എന്ത് കിട്ടി? S1/S2, അതായത് ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ എന്നത് 25/9 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? S1:S2 ഈക്വൽ ടു 25:9. അതായത് രണ്ട് ഹെമിസ്ഫിയറുകളുടെയും അഥവാ രണ്ട് അർദ്ധഗോളങ്ങളുടെയും സർഫേസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ അഥവാ അംശബന്ധം എത്രയാണ്? 25:9 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇഫ് ദ സർഫേസ് ഏരിയ ഓഫ് ഫസ്റ്റ് ഹെമിസ്ഫിയർ ഈസ് 100 സ്ക്വയർ സെന്റിമീറ്റർ, അതായത് ആദ്യത്തെ ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളത്തിന്റെ സർഫേസ് ഏരിയ നമുക്ക് 100 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയയാണ്. അത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ S1/S2 ഈക്വൽ ടു 25/9 എന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. S1/S2 ഈക്വൽ ടു 25 ഹരിക്കണം 9. S1 എത്രയാണ്? 100 ആണ്. 100 ഹരിക്കണം S2 ഈക്വൽ ടു 25 ഹരിക്കണം 9. S2വിനെ നമുക്ക് മുകളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് ടേമുകളുടെയും റെസിപ്രോക്കൽ എടുത്താൽ മതി. 100/S2ന്റെ റെസിപ്രോക്കൽ എന്ത് വരും? S2/100 എന്ന് വരും. ഇനി 25/9ന്റെ റെസിപ്രോക്കൽ എങ്ങനെ വരും? 9/25 എന്ന് വരും. Therefore S2 ഈക്വൽ ടു 9/25 ഇൻറ്റു 100 ഈക്വൽ ടു, ഇനി 100 ഹരിക്കണം 25 എത്രയാണ്? 100ൽ എത്ര 25 ഉണ്ട്? 4. അപ്പൊ 9 ഇൻറ്റു 4 എത്ര വരും? 36 സ്ക്വയർ സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. There are two cylindrical wooden blocks with a diameter 60 centimeters and height 60 centimeters. A largest cone is carved out from one block and a largest sphere from the other. What is the volume of the cylinder? What is the volume of the cone? Find the radius of the sphere. Calculate the volume of the sphere. Find the ratio of the volumes of the cone and the sphere. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? രണ്ട് സിലിണ്ട്രിക്കൽ വൂഡൻ ബ്ലോക്സ് ഉണ്ട്, അതായത് വൃത്തസ്തംഭങ്ങളുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് വൃത്തസ്തംഭങ്ങൾ വരയ്ക്കാം. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ട് സിലിണ്ട്രിക്കൽ വുഡൻ ബ്ലോക്സിന്റെയും ഡയമീറ്റർ അഥവാ വ്യാസം, ഈ ഒരു ലെങ്ത് ആണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത്. രണ്ട് വുഡൻ ബ്ലോക്സിന്റെയും ഡയമീറ്റേഴ്സ് എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ 60 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഡയമീറ്ററും 60 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ ഡയമീറ്റർ അഥവാ വ്യാസം തന്നു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് അഥവാ ആരം കണ്ടുപിടിച്ചൂടെ? ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ്. എത്രയാണ്? 30 സെന്റിമീറ്റർ ആയിരിക്കും. ഇതിന്റെയും റേഡിയസ് അഥവാ ആരം 30 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി എന്താണ് തന്നിട്ടുള്ളത്? ഈ ഒരു വുഡൻ ബ്ലോക്കിന്റെ ഹൈറ്റ് അഥവാ ഉയരം എത്രയാണ്? 60 സെന്റിമീറ്റർ. ഇതിന്റെയും ഹൈറ്റ് 60 സെന്റിമീറ്റർ ആണ്. ഇനി ഈ ആദ്യത്തെ സിലിണ്ടർ ബ്ലോക്കിനെ കട്ട് ചെയ്ത് ഒരു കോൺ ഉണ്ടാക്കുകയാണ്, അഥവാ ഒരു വൃത്തസ്തൂപിക നിർമ്മിക്കുകയാണ്. അതായത് അതിന്റെ മാക്സിമം എടുത്തിട്ട്, മാക്സിമം വലുപ്പത്തിലാണ് നമ്മൾ വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും? ഈ ഒരു രീതിയിലായിരിക്കും വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ രണ്ടാമത്തെ ഹെമിസ്ഫിയർ അഥവാ വൃത്തസ്തംഭത്തിനെ നമ്മൾ ഇനി ഈ രണ്ടാമത്തെ വൃത്തസ്തംഭം അഥവാ സിലിണ്ടറിൽ നിന്നും ഒരു സ്ഫിയർ ആണ് അഥവാ ഒരു ഗോളമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? ഈ സിലിണ്ടർ ബ്ലോക്കിന്റെ വോളിയം ആണ് ചോദിച്ചിട്ടുള്ളത്. സിലിണ്ടറിന്റെ വോളിയം അഥവാ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു πr²h ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്? 30 ആണെന്ന് നമ്മൾ പറഞ്ഞു. 30 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 60 ആണ്. ഈക്വൽ ടു പൈ ഇൻറ്റു 30ന്റെ സ്ക്വയർ എത്രയാണ്? 900 ഇൻറ്റു 60. 900 ഇൻറ്റു 60 എത്ര വരും? 54,000 പൈ സെന്റിമീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ അഥവാ വ്യാപ്തത്തിന്റെ യൂണിറ്റ് എപ്പോഴും സെന്റിമീറ്റർ ക്യൂബിലാണ് എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം.
ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ. കോണിന്റെ വോളിയം കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം. വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്, ഈക്വൽ ടു 1/3 പൈ. ഇനി നമുക്ക് ഈ സിലിണ്ടർ ബ്ലോക്കിൽ നിന്നുമാണ് നമ്മൾ കോണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കോണിന്റെ ബേസ് ഇതാണ്. കോണിന്റെ ബേസ് റേഡിയസ് അഥവാ ഈ ബേസിൽ കാണുന്ന ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും? ഈ സിലിണ്ടറിന്റെ സെയിം റേഡിയസ് അഥവാ ആരമായിരിക്കില്ലേ? അതായത് 30 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ആർ സ്ക്വയറിന് പകരം എന്തെഴുതി? 30 സ്ക്വയർ ഇൻറ്റു ഹൈറ്റോ, ഈ കോണിന്റെ ഹൈറ്റും ഈ സിലിണ്ടറിന്റെ ഹൈറ്റും സെയിം ആയിരിക്കില്ലേ? കാരണം ഈ സിലിണ്ടറിന്റെ മാക്സിമം നമ്മൾ ചെത്തിയെടുത്തുകൊണ്ടാണ് നമ്മളൊരു കോൺ അഥവാ വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ സിലിണ്ടറിന്റെ സെയിം ഹൈറ്റ് തന്നെയായിരിക്കും നമ്മുടെ കോണിന്റെ ഹൈറ്റും. അതായത് എത്രയാണ്? 60 സെന്റിമീറ്റർ, ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു 30ന്റെ സ്ക്വയർ എത്രയാ? 900 ആണ്. 900 ഇൻറ്റു 60 54,000 ആണെന്ന് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 54,000 ഹരിക്കണം 3 എത്രയാണ്? 18,000 പൈ സെന്റിമീറ്റർ ക്യൂബ്. അതായത് കോണിന്റെ വോളിയം എത്രയാണ്? 18,000 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. അതായത് രണ്ടാമത്തെ സിലിണ്ടർ ബ്ലോക്കിൽ നമ്മൾ എടുക്കുന്നത് എന്തിനെയാണ്? സ്ഫിയറിനെയാണ് നമ്മൾ ചെത്തിയെടുക്കുന്നത്. ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ മുതലല്ലേ സ്ഫിയറിന്റെ റേഡിയസ് വരുന്നത്? അതായത് ഈ സിലിണ്ടർ ബ്ലോക്കിന്റെ റേഡിയസ് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. അത് തന്നെയാണ് നമ്മുടെ സ്ഫിയറിന്റെ റേഡിയസും. അപ്പൊ നമുക്ക് എന്ത് പറയാം? റേഡിയസ് ഓഫ് ദ സ്ഫിയർ അഥവാ ഗോളത്തിന്റെ ആരം എന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ. ഇനി നാലാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ. അതായത് ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണം. വോളിയം ഓഫ് സ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആർ എത്രയാണ്? റേഡിയസ് നമ്മൾ 30 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 30 ക്യൂബ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു 30ന്റെ ക്യൂബ് എത്രയാണ്? 30 ഇൻറ്റു 30 ഇൻറ്റു 30 ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് 30 ഇൻറ്റു 30 ഇൻറ്റു 30 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. 30 ഇൻറ്റു 30 എത്രയാണ്? 900 ആണ്. 900 ഇൻറ്റു 30 എന്ത് വരും? 27,000. ഇനി 27,000 ഹരിക്കണം 3 എത്രയാണ്? 9,000. 9,000 ഇൻറ്റു 4 എത്ര വരും? 36,000 പൈ സെന്റിമീറ്റർ ക്യൂബ്. അതാണ് വോളിയം ഓഫ് സ്ഫിയർ. അടുത്തത് അവസാനത്തെ ചോദ്യം, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ വോളിയംസ് ഓഫ് ദ കോൺ ആൻഡ് ദ സ്ഫിയർ. അതായത് ഇവിടെ നമ്മൾ വോളിയം ഓഫ് കോണും കണ്ടുപിടിച്ചിട്ടുണ്ട്, വോളിയം ഓഫ് സ്ഫിയറും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവയുടെ റേഷ്യോ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും നമ്മൾ എങ്ങനെയാണ് കണക്കാക്കാറ്? ആദ്യം തന്നെ വോളിയം ഓഫ് കോൺ എന്ന് എഴുതുന്നു, വി കോൺ എന്ന് എഴുതാം. ഇനി ബൈ ഹരിക്കണം വി സ്ഫിയർ, അതായത് സ്ഫിയറിന്റെ വോളിയം. എപ്പോഴും റേഷ്യോ കണക്കാക്കാൻ പറയുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്, വോളിയം ഓഫ് കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ. ഇനി വോളിയം ഓഫ് കോൺ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? 18,000. വോളിയം ഓഫ് സ്ഫിയർ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? 36,000. ഈക്വൽ ടു നമുക്കറിയാം 18,000ന്റെ ഇരട്ടിയാണ് 36,000. അതായത് 36,000ന്റെ പകുതിയാണ് 18,000. 36,000ൽ അപ്പൊ എത്ര 18,000 ഉണ്ട്? 2. അപ്പൊ നമുക്ക് 18,000 ഹരിക്കണം 36,000 നമുക്ക് എങ്ങനെ എഴുതാം? 1/2. അതായത് വോളിയം ഓഫ് കോണും വോളിയം ഓഫ് സ്ഫിയറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് അഥവാ അംശബന്ധം എന്നത് 1:2 ആണ്. അടുത്ത പാഠം സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവരക്കണക്ക്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് മീൻ അഥവാ മാധ്യമം കാണാനാണ്. ഒരു ഡാറ്റ സെറ്റിന്റെ മീൻ അഥവാ മാധ്യമം എന്ന് പറയുന്നത് ആ ഡാറ്റ സെറ്റിന്റെ ആവറേജ് ആണ്. അതായത് ആ ഡാറ്റ സെറ്റിലെ എല്ലാ ഒബ്സർവേഷൻസും അഥവാ എല്ലാ ഡാറ്റ വാല്യൂസും കൂട്ടി അതിനെ എത്ര നമ്പർ ഓഫ് ഡാറ്റ വാല്യൂസ് ഉണ്ടോ അതുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മീൻ അഥവാ മാധ്യമം. അടുത്തതായി മീഡിയൻ അഥവാ മധ്യമം. മീഡിയൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റ സെറ്റിലെ ഏറ്റവും നടുവിലെ ഒബ്സർവേഷൻ അഥവാ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷനെയാണ് മീഡിയൻ അഥവാ മധ്യമം എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവര കണക്ക് എന്ന പാഠഭാഗത്തിൽ നിന്നും കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. The scores of 8 students in a class are given below.
38, 43, 24, 42, 33, 46, 29, 21. ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഒരു ക്ലാസ്സിലെ 8 കുട്ടികളുടെ സ്കോർസ് അഥവാ മാർക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ മാർക്കുകളുടെ മീനും മീഡിയൻ അഥവാ മധ്യമവും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ മീൻ അഥവാ മാധ്യമം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ എക്സ് ബൈ എൻ. സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്നത് ഓരോ സ്കോറുകളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സമ്മേഷൻ എക്സ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ സ്കോറുകളുടെയും സം അഥവാ തുകയാണ് ഉദ്ദേശിക്കുന്നത്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്കോർസ്. ഇവിടെ എത്ര സ്കോർ ഉണ്ട്? 8 സ്കോർസ് അല്ലേ? അതാണ് എൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമ്മേഷൻ എക്സ് ആണ്. സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് 38 പ്ലസ് 43 പ്ലസ് 24 പ്ലസ് 42 പ്ലസ് 33 പ്ലസ് 46 പ്ലസ് 29 പ്ലസ് 21. ഇതാണ് സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത്. ഇനി എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ഒബ്സർവേഷൻ. അപ്പൊ ഡിവൈഡഡ് ബൈ 8. ഇനി ഇത് നമുക്ക് കൂട്ടണം. 38 പ്ലസ് 43 പ്ലസ് 24 പ്ലസ് 42 പ്ലസ് 33 പ്ലസ് 46 പ്ലസ് 29 പ്ലസ് 21. 8 3 എത്രയാണ്? 11. 11 4 15. 15 2 17. 17 3 20. 20 6 എത്രയാണ്? 26. 26 9 എത്രയാണ്? 35. 35 1 36. 3 ഇവിടെ ഇട്ടു, 6 ഇവിടെ എഴുതി. ഇനി 3 3 എത്രയാണ്? 6 ആണ്. 6 4 10 ആണ്. 10 2 12 ആണ്. 12 4 16 ആണ്. 16 3 19 ആണ്. 19 4 23 ആണ്. 23 2 25 ആണ്. 25 2 27. അതായത് 276 ആണ് നമുക്ക് സമ്മ് കിട്ടിയിട്ടുള്ളത്. 276 ഹരിക്കണം 8. എങ്ങനെയാണത് ഹരിക്കുക? 276 ഹരിക്കണം 8. 2ൽ 8 ഉണ്ടോ? ഇല്ല. 27ൽ എത്ര 8 ഉണ്ട്? നമുക്കറിയാം 8 × 3 24 ആണ്. അതായത് 3 8 24. 7ൽ നിന്ന് 4 പോയാൽ 3 ആണ്. 2ൽ നിന്ന് 2 പോയാൽ 0 ആണ്. ഇനി 6 ഇറക്കിയിടുന്നു. 36ൽ എത്ര 8 ഉണ്ട്? 4 × 8 32 ആണ്. ഇനി 36ൽ നിന്ന് 32 പോയി കഴിഞ്ഞാൽ എത്ര വരും? 4. 4ൽ 8 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടതിന് ശേഷം 4ന്റെ അടുത്തായി നമ്മൾ ഒരു 0 ഇടുന്നു. അങ്ങനെ 4 എന്തായി? 40 ആയി. 40ൽ എത്ര 8 ഉണ്ട്? 5. 5 × 8 40. 40ൽ നിന്ന് 40 പോയാൽ 0. അതായത് 276 ഹരിക്കണം 8 എത്രയാണ് കിട്ടിയത്? 34.5. അപ്പൊ നമുക്ക് മീൻ കിട്ടിയില്ലേ? മീൻ എത്രയാണ്? അഥവാ മാധ്യമം എത്രയാണ്? 34.5 ആണ്. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ അഥവാ മധ്യമമാണ്. മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ ഒബ്സർവേഷൻ ഏതാണ്? 21 ആണ്. അത് കഴിഞ്ഞാൽ 24, 29, 33, 38, 42, 43, 46. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇനി മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ അഥവാ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏറ്റവും സെന്ററിലുള്ള ഒബ്സർവേഷൻ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ ഏറ്റവും സെന്ററിൽ വരുന്ന ഒബ്സർവേഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ 8 എണ്ണം ഉണ്ട്. അതായത് നമ്മൾ ഈ 3 എണ്ണത്തിനെ മാറ്റി നിർത്തി, ഈ 3 എണ്ണത്തിനെ മാറ്റി നിർത്തി. ബാക്കി സെന്ററിൽ അഥവാ മിഡിലിൽ വരുന്ന 2 ഒബ്സർവേഷൻസുകളാണ് 33ഉം 38ഉം. അതായത് ഇവിടെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ് വന്നിരുന്നത് എങ്കിൽ അഥവാ ഒരു സ്കോർ മാത്രമാണ് വന്നിരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മീഡിയൻ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ആ ഒബ്സർവേഷൻ എടുത്ത് എഴുതുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് 2 സ്കോറുകളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കാണുക? ആ 2 സ്കോറുകളുടെയും ആവറേജ് എടുത്താൽ മതി. അതായത് മീഡിയൻ ഈക്വൽ ടു 33 പ്ലസ് 38 ഹരിക്കണം 2. 33 38 കൂട്ടിയാൽ എത്രയാണ്? 33ഉം 38ഉം കൂട്ടിയാൽ 8 3 11 ആണ്. 3 3 6,
6 1 7. അപ്പോൾ 71 ഹരിക്കണം 2. 71ന്റെ പകുതി എത്രയാണ്? 35.5 ആണ്. അതായത് ഈ ഡാറ്റ വാല്യൂവിന്റെ, അതായത് 8 സ്റ്റുഡൻസിന്റെ സ്കോറുകളുടെ മീഡിയൻ അഥവാ മധ്യമം എന്നത് 35.5 ആണ്. അടുത്ത ചോദ്യം, ദ ടേബിൾ ബിലോ ഷോസ് ദ മെമ്പേഴ്സ് ഇൻ എ ഗ്രൂപ്പ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ ഏജസ്. If the members are arranged in increasing order of ages, the age of the member at what position is taken as the median? What is assumed to be the age of the member at the 13th position? Find the median of the ages. ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ ഏജ് ഗ്രൂപ്പ്, ഇതാണ് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ. ഇനി രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്, അതായത് നമ്മുടെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി, ടോട്ടൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അതായത് 4 + 8 + 10 + 7 + 4 + 2 35 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് സ്മോൾ ലെറ്റർ n കൊണ്ടാണ് സൂചിപ്പിക്കുക. സ്മോൾ ലെറ്റർ n = 35. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ഇഫ് ദ മെമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഏജസ്, അതായത് ഇവിടെ മെമ്പേഴ്സിനെ നമ്മൾ ഏജ് ഗ്രൂപ്പിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 20 മുതൽ 30 വരെ 4 ആളുകളാണുള്ളത്. 30ന്റെയും 40ന്റെയും ഇടയ്ക്ക് വയസ്സുള്ളവർ 8 ആളുകളാണ്. 40ന്റെയും 50ന്റെയും ഇടയ്ക്ക് വയസ്സുള്ളവർ 10 ആളുകളാണ്. 50ന്റെയും 60ന്റെയും ഇടയ്ക്ക് വയസ്സുള്ളവർ 7 ആളുകളാണ്. 60ന്റെയും 70ന്റെയും ഇടയ്ക്ക് വയസ്സുള്ള 4 ആളുകളുണ്ട്. 40ന്റെയും 70ന്റെയും 80ന്റെയും ഇടയ്ക്ക് വയസ്സുള്ളവർ 2 പേരാണ്. അതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. The age of the member at which position is taken as the median. അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ ആണ്, അഥവാ മധ്യമത്തിന്റെ സ്ഥാനമാണ്. പൊസിഷൻ ഓഫ് മീഡിയൻ കാണാൻ നമുക്ക് 2 ഇക്വേഷൻസ് അറിയാം. അതിലെ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് n+1/2. n+1/2 എന്ന ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? n+1/2. n എന്നത് ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യയാവുമ്പോഴാണ് നമ്മൾ n+1/2 എന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ n/2. ഇതെപ്പോഴാണ് ഉപയോഗിക്കുക? n എന്നത് ഈവൻ അഥവാ ഇരട്ട സംഖ്യയാവുമ്പോഴാണ് n/2 എന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ n എന്നത് ഒറ്റക്ക സംഖ്യയാണ്, കാരണം n എത്രയാണ്? 35 അല്ലേ? അതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്? n+1/2. അതായത് 35 + 1/2. 35 + 1 എത്രയാണ്? 36/2, അതായത് 18. അപ്പൊ നമുക്ക് എന്ത് പറയാം? 18th പേഴ്സന്റെ ഏജ് അഥവാ വയസ്സാണ് പൊസിഷൻ ഓഫ് ദ മീഡിയൻ അല്ലെങ്കിൽ മധ്യമത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് അസ്യൂംഡ് ടു ബി ദ ഏജ് ഓഫ് ദ മെമ്പർ അറ്റ് ദ 13th പൊസിഷൻ? അതായത് 13ാമത്തെ പൊസിഷൻ ഉള്ള ആളുടെ ഏജ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിനു മുൻപ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പാഠഭാഗത്തിൽ മീഡിയൻ അഥവാ മധ്യമം കാണാനായിട്ട് നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്നും മീഡിയൻ കാണാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് x0 + k × d. ഇതാണ് ഇക്വേഷൻ. ഇതിലെ x0 എന്താണ്? മീഡിയൻ ക്ലാസ്, അതായത് പൊസിഷൻ ഓഫ് ദി മീഡിയൻ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 18ാമത്തെ പേഴ്സന്റെ ഏജ് ആണ്. ഈ 18ാമത്തെ പേഴ്സൺ നിൽക്കുന്ന ക്ലാസ് ഇന്റർവൽ അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഈ മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സന്റെ ഏജ് ആണ് x0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. k എന്നാൽ എന്താണ്? ഈ x0ൽ നിന്നും 18ാമത്തെ പേഴ്സണിലേക്കുള്ള ദൂരമാണ് k എന്ന് പറയുന്നത്. d എന്നത് മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. അതായത് മീഡിയൻ ക്ലാസിന്റെ ഇപ്പൊ ഇവിടെ ഈ 20 to 30 ആണ് മീഡിയൻ ക്ലാസ് എങ്കിൽ ഇതിന്റെ അപ്പർ ലിമിറ്റ് 30 ആണ്, ലോവർ ലിമിറ്റ് 20 ആണ്. അതാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ക്ലാസ് ഇന്റർവെല്ലിലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മീഡിയൻ കാണുന്നത്. മീഡിയൻ = x0 + k × d. ഇനി x0, അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ x0 എന്താണെന്ന് നോക്കിയാലോ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് അല്ലെങ്കിൽ മധ്യമ ക്ലാസ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 18ാമത്തെ ആള് നിൽക്കുന്ന ക്ലാസ് ഇന്റർവെൽ. അത് നമുക്ക് എങ്ങനെ കാണാം? മൂന്നാമതായിട്ട് നമുക്കൊരു കോളം വേണം. അതിനായിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാനായിട്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക? ആദ്യത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 4 തന്നെ.
ഇനി രണ്ടാമത്തതിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4ഉം 8ഉം കൂട്ടിയിട്ടാണ് രണ്ടാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. 4ഉം 8ഉം 12. ഇനി മൂന്നാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ എങ്ങനെയാണ്? ഇത് 3ഉം കൂട്ടിയിട്ട് വേണം മൂന്നാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ എഴുതാനായിട്ട്. 4 + 8 + 10 22. ഇനി നാലാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ എങ്ങനെയാണ് എഴുതുക? 4 + 8 + 10 + 7 എത്രയാണ്? 29. ഇനി അഞ്ചാമത്തത് 4 + 8 + 10 + 7 + 4 എത്രയാണ്? 33. ഇനി 4 + 8 + 10 + 7 + 4 + 2 എത്രയാണ്? 35. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നത്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ 35 ആളുകളെ നമ്മൾ നിരത്തി നിർത്തുകയാണെങ്കിൽ ഒന്നാമത്തെ ആള് മുതൽ നാലാമത്തെ ആള് വരെയുള്ള ഏജ് എത്രയാണ്? 20 മുതൽ 30 വരെ വയസ്സാണ്. ഇനി അഞ്ചാമത്തെ ആള് മുതൽ ഈ 12ാമത്തെ ആള് വരെയുള്ളവരുടെ ഏജ് എങ്ങനെയാണ്? 30ന്റെയും 40ന്റെയും ഇടയ്ക്കാണ്. ഇനി 13ാമത്തെ ആളുടെ ഏജ് മുതൽ 22ാമത്തെ ആളുടെ ഏജ് എന്ന് പറയുന്നത് 40ന്റെയും 50ന്റെയും ഇടയ്ക്കാണ്. ഇനി 23ാമത്തെ ആളുടെ ഏജ് മുതൽ 29ാമത്തെ ആളുടെ ഏജ് വരെ 50 മുതൽ 60 വരെയാണ്. ഇനി 30 മുതൽ 33ാമത്തെ ആളുടെ ഏജ് എന്നത് 60 മുതൽ 70 വരെയാണ്. ഇനി 34ാമത്തെ ആള് മുതൽ 35ാമത്തെ ആൾ വരെ, അതായത് 34ാമത്തെയും 35ാമത്തെയും ആളുടെ ഏജ് എന്ന് പറയുന്നത് 70ന്റെയും 80ന്റെയും ഇടയ്ക്കാണ്. ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മീഡിയൻ ക്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 18ാമത്തെ പേഴ്സൺ നിൽക്കുന്ന ക്ലാസ് ഇന്റർവൽ. ഇവിടെ 13ന്റെയും 22ന്റെയും ഇടയ്ക്കല്ലേ 18 വരുന്നത്. അതായത് 18ാമത്തെ ആള്, അതായത് മീഡിയൻ പൊസിഷൻ ആണ് 18 എന്നത്. ഈ 18ാമത്തെ ആള് നിൽക്കുന്ന ക്ലാസ് ഇന്റർവൽ ഏതാണ്? ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മീഡിയൻ ക്ലാസ് കിട്ടി. എത്രയാണ്? 40 to 50 ആണ്. ഇനി ഈ മീഡിയൻ ക്ലാസ്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സൺ അല്ലെങ്കിൽ ആദ്യത്തെ മെമ്പർ ആരാണ്? 13ാമത്തെ പേഴ്സൺ ആണ്. അതായത് x0 എന്നത് എന്താണ്? 13ാമത്തെ പേഴ്സന്റെ ഏജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മീഡിയൻ ഈക്വൽ ടു 13ാമത്തെ ആളുടെ ഏജ് പ്ലസ് k എന്നത് എന്താണ്? 13ാമത്തെ ആളിൽ നിന്നും 18ാമത്തെ ആളിലേക്കുള്ള ദൂരം. 13ാമത്തെ ആളിന്റെ കൂടെ എത്ര ആളെ കൂട്ടിയാലാണ് നമുക്ക് 18ാമത്തെ ആളെ കിട്ടുക? 5 ആളുകളെ കൂട്ടിയാൽ. ഇനി d എന്നത് എന്താണ്? അപ്പർ ലിമിറ്റ്. ഇവിടെ അപ്പർ ലിമിറ്റ് 50 ആണ്, ലോവർ ലിമിറ്റ് 40 ആണ്. അപ്പോൾ 50 - 40 ഹരിക്കണം മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാ? 10 ആണ്. അപ്പോൾ 50 - 40 ഡിവൈഡഡ് ബൈ 10 ആണ് d എന്നത്. ഓക്കെ, ഇനി ഇവിടെ നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് X13 കണ്ടുപിടിച്ചാൽ, അതായത് 13ാമത്തെ ആളുടെ ഏജ് അഥവാ വയസ്സ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ മീഡിയൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയല്ലേ നമ്മളോട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്? 13ാമത്തെ പേഴ്സന്റെ ഏജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അഥവാ ഈ ഒരു പാറ്റേണിൽ മാത്രമേ നമ്മളോട് ചോദിക്കുകയുള്ളൂ. ഒന്നാമതായിട്ട് നമ്മളോട് മീഡിയന്റെ പൊസിഷൻ ചോദിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയത് ഉപയോഗിച്ച് n+1/2 അല്ലെങ്കിൽ n/2 ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നമ്മൾ പൊസിഷൻ ഓഫ് മീഡിയൻ കണ്ടുപിടിക്കും. രണ്ടാമതായിട്ട് ചോദിക്കുന്നത് മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ മെമ്പറിന്റെ ഏജ് ആയിരിക്കും. മൂന്നാമതായി നമ്മളോട് ചോദിക്കുന്നത് മീഡിയൻ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 13th മെമ്പറിന്റെ ഏജ് കണ്ടുപിടിക്കണം. X13 എന്നിട്ട് കൊടുക്കാം. ഇനി ഈ 13th ആളുടെ ഏജ് കണ്ടുപിടിക്കാനും നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ്? L + D/2. L എന്നത് എന്താണ്? മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ഇവിടെ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 40 പ്ലസ് D കണ്ടുപിടിക്കണം. D എന്നത് എന്താണ്? മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ്. മീഡിയൻ ക്ലാസ് 40 to 50 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് 50 ആണ്, ലോവർ ലിമിറ്റ് 40 ആണ്. ഇനി മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 10 ആണ്. 50ൽ നിന്നും 40 പോയാൽ 10 തന്നെയാണ്. 10 ഹരിക്കണം 10 എന്ത് വന്നു? 1. അതായത് D എന്നത് എത്രയാണ്? 1 ആണ്. 1/2. അപ്പൊ 40 + 1/2 എന്ത് വരും? 40.5. അതായത് 13ാമത്തെ ആളുടെ ഏജ് എത്രയാണ്? 40.5 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം മീഡിയൻ കണ്ടുപിടിക്കാനാണ്. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? X13 + 5 × D. X13 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 40.5 പ്ലസ് 5 × D എത്രയാണ്? 1. അപ്പോൾ 40.5 + 5 എന്ത് വരും?
45.5. അതായത് മീഡിയൻ പേഴ്സൺ എന്ന് പറയുന്നത് 18th പേഴ്സൺ ആണ്. 18th പേഴ്സന്റെ ഏജ് എത്രയാണ്? 45.5 ആണ്.